ഒറ്റ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം തന്നെ ഈ പാലം അവിടെ അതുവഴി ജലവിതരണം നടത്തി അത് തകർക്കുകയായിരുന്നു. പക്ഷേ ഇത് വാട്ടർ അതോറിറ്റിയുടെ ഇത്രയും ഒരു നടപടി എവിടെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ എവിടെ റോഡ് പണിത് തീരുന്നോ പിറ്റേ ദിവസം പൊളിക്കുക എന്നുള്ള വാട്ടർ അതോറിറ്റിയുടെ ഒരു അജണ്ടയായി മാറിയേക്കാണ്. കയ്യിൽ ഇപ്പം പിരിവെടുത്ത് കയ്യിൽ നിന്ന് കാശ് എടുത്ത് വരെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് അതായത് 40-45 വർഷമായിട്ട് ഉള്ളൊരു പാലമാണ്. ഈ പാലത്തിന് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ ഘടകാരസ്ഥയാണെന്നുള്ള യാതൊരു സംശയമില്ല. ഇതുപോലെ നിരുത്തരവാദിത്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ വാട്ടർ അതോറിറ്റിയെ പോലെ കേരളത്തിൽ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് വീടുവീരാന്തരം കയറി നമ്മൾ ഈ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് അവർ തന്ന 1000, 2000, 3000, 5000 വെച്ച് അങ്ങനെയുള്ള എമൗണ്ടുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ 4 ലക്ഷം രൂപയോളം സ്വരൂപിച്ചിട്ടാണ് ഈ പാലം പണിത്. നമസ്കാരം. നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ച പാലം ഉദ്ഘാടന ദിവസം തന്നെ പൊളിച്ചു കളഞ്ഞ സർക്കാർ സംവിധാനത്തിന്റെ പേരാണ് വാട്ടർ അതോറിറ്റി. ഈ സംഭവം നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി അത്തിക്കയത്താണ്. അത്തിക്കയം കടുമീഞ്ചിറ റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. പാലമില്ലാതെ യാത്ര തടസ്സപ്പെട്ട സാഹചര്യത്തിലാണ് നാട്ടുകാർ തന്നെ 5 ലക്ഷത്തോളം രൂപ സ്വരൂപിച്ച് അവർ പാലം നിർമ്മിച്ചത്. ഉദ്ഘാടനം നടത്തിയ പിറ്റേ ദിവസം തന്നെ ഈ ജലം പമ്പ് ചെയ്ത് അത് തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ നാട്ടുകാർ പ്രതിഷേധവുമായി നമുക്കൊപ്പമുണ്ട്. എന്താണ് സംഭവിച്ചത്? ഇത് ഈ പാലം ഒരു വർഷത്തിൽ കൂടുതലായിട്ട് സഞ്ചാരയോഗ്യമല്ല കിടക്കുമായിരുന്നു. കരാറുകാരൻ ഈ പാലം പണി ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞാൽ അയാൾക്ക് നേരത്തെ ചെയ്തിരുന്ന ജോലിയുടെ പൈസ കിട്ടാഞ്ഞതിനാൽ ആള് കരാറുകാരൻ ഇട്ടിട്ട് പോയി. പിന്നെ ഞങ്ങൾ പലപ്പോഴായിട്ട് MLA-യും പലരെയും ആയിട്ട് ബന്ധപ്പെടുകയും ഒന്നും നടക്കാതെ പോയി. MLA ഒക്കെ മാക്സിമം ശ്രമിച്ചു, പക്ഷേ അത് പണി എന്തുകൊണ്ടോ നടന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ നാട്ടുകാരെല്ലാം കൂടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് ഈ പാലത്തിന് 2 സൈഡും കെട്ടി സഞ്ചാരയോഗ്യമാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അങ്ങനെ 5 ലക്ഷം രൂപയോളം കളക്ട് ചെയ്ത് ഈ പാലം പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് 4:30 കൂടിയാണ് ഇത് തുറന്നു കൊടുത്തത്. അതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ വാട്ടർ അതോറിറ്റി കാരണം എന്ന് വെച്ചാൽ നേരത്തെ കരാറുകാരൻ ഇതിലുള്ള പൈപ്പ് ഒരു 13 വർഷം മുമ്പ് ഇട്ടിരുന്ന പൈപ്പ് മാറ്റിത്തരാൻ വേണ്ടി വാട്ടർ അതോറിറ്റിയിലേക്ക് അപേക്ഷ കൊടുക്കുകയും വാട്ടർ അതോറിറ്റി വന്ന ആ പാലത്തിലേക്കുള്ള പൈപ്പ് ലൈൻ എടുത്തു മാറ്റുകയും അവിടെയുള്ള വാൽവ് എടുത്തു മാറ്റുകയും അത് ശേഷമുള്ള വാൽവ് അവര് പൈപ്പ് അവര് ബ്ലൈൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ അവരിട്ടിട്ട് പോയി വെറുതെ കിടക്കുകയാണ്. തുറന്ന് വെള്ളം തുറന്നെടുപ്പോ ആ പൈപ്പിൽ കൂടാണ് വെള്ളം വന്നിട്ട് ജലബോംബ് പോലെ പൊട്ടിത്തെറിച്ച് ഈ സംരക്ഷണ ഭിത്തി തകരുകയും മണ്ണെല്ലാം പോവുകയും ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഈ വാട്ടർ അതോറിറ്റിയുടെ ഘടകാരസ്ഥയാണെന്നുള്ള യാതൊരു സംശയമില്ല. ഇതുപോലെ നിരുത്തരവാദിത്തമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ഈ വാട്ടർ അതോറിറ്റിയെ പോലെ കേരളത്തിൽ വേറെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല. യാതൊരു ഉത്തരവാദിത്തം ആര് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും ഒന്നിനൊരു വ്യക്തമായ മറുപടിയോ ഒന്നും ഇല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ്. ഈ വലിയ പ്രതിഷേധമായിരുന്നു. ഇന്നലെ ഒരു 10-20 ആൾക്കാർ കംപ്ലീറ്റ് ആൾക്കാർ ഞങ്ങൾ ഇവിടെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് MLA-യും മറ്റേ AE എല്ലാം കൂടെ വന്ന് അവര് പറഞ്ഞത് എത്ര പെട്ടെന്ന് നാളെ രാവിലെ തന്നെ ഇതിന്റെ പണി ഞങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞങ്ങൾ അത് നിർത്തുകയായിരുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത് പണം സ്വരൂപിക്കുന്നത്? എത്ര കുടുംബങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇവിടെ ഒരു പ്രാദേശിക 100-120 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾക്കാണ് ഈ പാലത്തിന്റെ സ്വജനവാസ ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഈ വീടുവീരാന്തരം കയറി നമ്മൾ ഈ കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തി അവിടെ നിന്ന് അവർ തന്ന 1000, 2000, 3000, 5000 വെച്ച് അങ്ങനെയുള്ള എമൗണ്ടുകൾ വെച്ചിട്ടാണ് ഞങ്ങൾ 4 ലക്ഷം രൂപയോളം സ്വരൂപിച്ചിട്ടാണ് ഈ പാലം പണിത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച 4 ദിവസം മുമ്പാണ് ഇത് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ ഇനി അടുത്തൊരു ടെൻഡർ വന്ന് ഈ പാലം പുതിയതായിട്ട് പണിയുന്നിടം വരെ ഈ പാലത്തിന് ഒരു കുഴപ്പമില്ലെന്ന് ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചിരുന്ന സമയത്ത് പെട്ടെന്നൊരു സുപ്രഭാതം, കാരണം ഒരു 11 മണിയായപ്പം പല കോൾ വരുവാണ്, വാട്ടർ അതോറിറ്റി വെള്ളം തുറന്നു വിട്ടു, ഇത് ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞു. നമ്മുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലുതാണ്. ഇത് വർഷങ്ങളായിട്ട് അതായത് 40-45 വർഷമായിട്ട് ഉള്ളൊരു പാലമാണ്. ഈ പാലത്തിന് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. ഇത് ശരിയാക്കാൻ വേണ്ടി കരാറെടുത്തിട്ട് ആ കരാറുകാരൻ ചിലപ്പോൾ ഇട്ടിട്ട് പോയി നിർത്തിപ്പോയാണ്. അയാള് ഞങ്ങൾ പലയിടത്ത് അപേക്ഷ കൊടുത്തു, ഇത് ചെയ്യാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു. നമുക്ക് ഏകദേശം 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ സത്യം പറഞ്ഞാൽ ഇപ്പം നിലവിൽ ചെലവായിട്ടുണ്ട്. പലരും ഇതിന്റെ മുൻപന്തി നിന്ന ആളുകൾ ചിലപ്പോൾ കയ്യിൽ നിന്ന് വരെ പൈസ എടുത്ത് ഇതിനകത്ത് പിരിവ് കിട്ടാതെ
ആളുകൾ മാക്സിമം പിരിവെടുത്തിട്ടും കിട്ടാതെ കയ്യിൽ നിന്ന് ഇപ്പം കയ്യിൽ നിന്ന് കാശ് എടുത്ത് വരെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരു 4-5 കിലോമീറ്റർ മുകളിൽ നിന്ന് പിന്നെ ഒഴുകി വരുന്ന വെള്ളം നമ്മുടെ ഈ അത്തിക്കയം ടൗണൊക്കെ വന്നിട്ട് നേരെ ഈ പാലത്തിലോട്ടായിരുന്നു നേരത്തെ വന്നിട്ടുള്ളത്. ഇപ്പം ഈ പൗരസമിതി ഈ പൗരാവലി ചേർന്നിട്ട് ഇത് റോഡ് ഇച്ചിരി ഒരു 2 അടിയോളം മക്കിട്ട് ഉയർത്തുകയും അതിനുണ്ടെങ്കിൽ GFC ഉപയോഗിച്ചിട്ട് നിരപ്പാക്കി വൈബ്രേറ്റർ ഉപയോഗിച്ചിട്ട് നമ്മളെ ഉറപ്പിച്ചിട്ട് അതിന് മണ്ടയ്ക്കാണ് നമ്മൾ ശരിക്കും കോൺക്രീറ്റ് പോലെ ആ കോൺക്രീറ്റിന്റെ അത്രയും ബലത്തിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. 5-6 ദിവസം ഞങ്ങൾ ക്യൂറിംഗ് പീരീഡ് ഇട്ട് ഉപയോഗിക്കാതെ ക്യൂറിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ തുറന്നു കൊടുത്തിട്ട് പിറ്റേ ദിവസം ഇത് പാലം പോകാന്ന് പറഞ്ഞാൽ പാലം നശിപ്പിച്ച് കളയാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് ശരിയാക്കി തരണമെന്ന് ഇന്നലെ ഞങ്ങൾ ശക്തമായി ഇടപെടൽ നടത്തിയോണ്ടാണ് ഇന്നിപ്പോൾ വാട്ടർ അതോറിറ്റി അതിന്റെ കോൺട്രാക്ടറിന് ഒരു 4 പണിക്കാരുമായിട്ട് വന്നിട്ടുണ്ട്. അവരതിന്റെ എന്താണ് കൃത്യമായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളോട് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവരോട് ഒരു പൈപ്പ് നമുക്ക് നിലവിൽ ഒരു കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. ആ കട്ട് ചെയ്ത പൈപ്പ് ഒന്ന് അവിടെ നിന്ന് ക്ലോസ് ചെയ്ത് വെക്കുവോ അല്ലെങ്കിൽ മറ്റിടത്തോട്ട് മാറ്റി അതിന്റെ എന്തെങ്കിലും വാൽവോ കാര്യങ്ങളോ വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആവശ്യം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഏത് സ്ഥിതിയിലാണോ നിലവിൽ ഉണ്ടായിരുന്നത് ആ സ്ഥിതിയിലേക്ക് ആക്കി തരണമെന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ നിർമ്മാണം എത്ര കാലം എടുത്തിരുന്നു? നമുക്കൊരു 40-45 ദിവസത്തിനുള്ളിലാണ് നമ്മൾ പണികൾ പൂർത്തീകരിച്ചത്. എങ്ങനെയാണ് താഴെ മുഴുവൻ കെട്ടിക്കേറേണ്ട? ഇതിന്റെ 2 സെറ്റ് ശരിക്കും വാട്ടർ ഈ ഒരു സൈഡ് ഇപ്പൊ ഇടിഞ്ഞേക്കുന്ന ഭാഗം നിലവിൽ വാട്ടർ അതോറിറ്റി തന്നെ ആ പൈപ്പ് മാറ്റിയ സമയത്ത് ഈ മഴയും കൂടെ വന്നു. മഴ സമയത്ത് വെള്ളം വന്ന് ആ കുഴി ചാടിയിട്ടാണ് ഈ ശരിക്കും ഇവിടെ ഇടിഞ്ഞു പോയത്. മറു സൈഡ് എന്ന് പറഞ്ഞാൽ ആ സൈഡ് KSEBിയുടെ സംഭാവനയാണ്. മറു സൈഡ് അവിടെ ഒരു പോസ്റ്റ് KSEBിയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് അവരെടുത്ത് മാറ്റിയിട്ട് രണ്ടിന്റെയും കുഴിയിൽ മണ്ണ് കൃത്യമായി ഇടാതെ ഉറപ്പിക്കാതെ ഇരുന്നപ്പോൾ ഇതിലേക്ക് മഴ പെയ്ത് വെള്ളം ഇറങ്ങിയിട്ടാണ് ഈ 2 സൈഡ് ഇടിഞ്ഞു പോയത്. ഇതിന്റെ സംരക്ഷണ ഭിത്തി 2 സൈഡും പൂർണ്ണമായിട്ട് ഇടിഞ്ഞു പോയായിരുന്നു. അത് രണ്ടും ഞങ്ങൾ ബലപ്പെടുത്തി. അതിനുശേഷം അത് കെട്ടിയപ്പോൾ കല്ലിട്ട് കെട്ടുകയും ബെൽറ്റ് വാർക്കുകയും എല്ലാം ചെയ്ത് നല്ല ബലത്തിന് കെട്ടിയുണ്ടായി. ശരിക്കും ഈ സംരക്ഷണ ഭിത്തി ഇന്ന് പോകാഞ്ഞത് നമുക്കിവിടെ വെള്ളം വന്നുകൊണ്ട് മണ്ണ് ഇരുത്തി പോകുക മാത്രമാണ് ഇപ്പം കൂടുതലായിട്ട് ചെയ്തേക്കുന്നത്. മറ്റേ സംരക്ഷണം കൊണ്ട് കെട്ടിടിഞ്ഞു ഇരുന്നത് നമ്മൾ അത്രയും കരുതലോടെ ചെയ്തുകൊണ്ടാണ്. വർഷങ്ങൾ ഇപ്പൊ ഒരു താൽക്കാലികത്തേനല്ല, വർഷങ്ങളോളം വേണമെങ്കിൽ ഇരിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ആ പണി ചെയ്തത്. അപ്പം അത്രയും നാട്ടുകാർ ചെയ്തിട്ട് നിങ്ങൾ കാണാൻ ഈ കൈവരിയൊക്കെ ഇവിടെ ആളുകൾക്ക് ഭീഷണിയായിരിക്കാൻ വേണ്ടി കൈവരി സ്ഥാപിച്ചു. ഇവിടെ ഇടിഞ്ഞു കിടന്ന ഞങ്ങളെ ഈ ഇതിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പാലത്തിന്റെ കൈവരി ഞങ്ങൾ അത് ബലപ്പെടുത്തി ചെയ്തു. അതിന്റെ പെയിന്റിങ്ങും എല്ലാ പണിയും ചെയ്തു. നിങ്ങൾ കാണാം ഇവിടെ വെള്ളം വരാതിരിക്കാൻ വേണ്ടി ബമ്പ് എല്ലാം നമ്മൾ ഉണ്ടാക്കി. പക്ഷെ ഇത് ഈ വാട്ടർ അതോറിറ്റിയുടെ ഇത്രയും ഒരു നടപടി എവിടെ സത്യം പറഞ്ഞാൽ കേരളത്തിൽ എവിടെ റോഡ് പണിത് തീരുന്നോ പിറ്റേ ദിവസം പൊളിക്കുക എന്നുള്ള വാട്ടർ അതോറിറ്റിയുടെ ഒരു അജണ്ടയായി മാറിയേക്കാണ്. അത് എനിക്ക് തോന്നുന്നത് അജണ്ടയുടെ ഭാഗം അവർക്ക് പണി കിട്ടാൻ വേണ്ടി അജണ്ടയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. എവിടെ റോഡ് പണിതാലും അതിന്റെ പിറ്റേ ദിവസം റോഡ് പൊളിക്കുക, വെള്ളം തുറന്നു വിടുക, റോഡ് പൊളിക്കുക. ഇതൊരു സ്ഥിരം പരിപാടിയെ മാറിയേക്കാണ്. വാട്ടർ അതോറിറ്റിയാണ് കേരളത്തിൽ ഏറ്റവും വലിയൊരു ദുരന്തമായി മാറിയേക്കാണ് വാട്ടർ അതോറിറ്റി. ഞങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ റോഡ് നശിപ്പിക്കുക, അങ്ങനത്തെ ഉള്ള പണിയാണ് വാട്ടർ അതോറിറ്റി ചെയ്യുന്നത്. നാട്ടുകാർ ഏറെ കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ചാണ് ഇങ്ങനെ ഒരു പാലം നിർമ്മിച്ചത്. ഇന്നലെ ഒറ്റ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം തന്നെ ഈ പാലം അതുവഴി ജലവിതരണം നടത്തി അത് തകർക്കുകയായിരുന്നു. റോഡിന്റെ ഒരു ഭാഗമാണ് തകർന്നു പോയിരിക്കുന്നത്. ഇപ്പോൾ ആ പൈപ്പ് കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇത് തകർന്ന ഭാഗം ഉടൻ തന്നെ അത് പുതുക്കി പണിത് പുനരുദ്ധാരണം ചെയ്ത് സഞ്ചാരപ്രദമാക്കിയില്ലെങ്കിൽ വലിയ പ്രതിഷേധമുണ്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറാമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.